സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ മാതാപിതാക്കളും മറ്റു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കുട്ടികൾ എത്രയും വേഗം പെൻസിൽ ഉപയോഗിച്ച് എഴുതണം എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഫിംഗർ സ്ട്രെങ്ത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഷോൾഡർ സ്ട്രെങ്ത്തും ആം സ്ട്രെങ്ത്തും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പല ആക്ടിവിറ്റീസും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ, കുട്ടികൾ പോകുന്ന സ്കൂളുകളിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും ചിലവ് കുറഞ്ഞ് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങളാണ് ഈ ബബിൾ റാപ്പ്. അതായത് പാർസലൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ റാപ്പ് ചെയ്യുന്ന ബബിൾ റാപ്പ് വാങ്ങിച്ചിട്ട് അത് കൈകൊണ്ട് പൊട്ടിക്കാൻ പറയുക. അത് കുട്ടികൾ കുറച്ച് ഇൻട്രസ്റ്റിങ്ങും കൂടിയാണ്. അത് ഫിംഗർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യിപ്പിക്കുക. ക്ലേ പിഞ്ചിങ്, ക്ലേ റോളിംഗ്, അതുകൊണ്ട് പല ഷേപ്സ് ഉണ്ടാക്കുക. ഇതെല്ലാം ഫൈൻ മോട്ടോർ സ്കിൽസിന് സഹായിപ്പിക്കും. നമ്മളിത് വളരെ സിമ്പിളായിട്ടും സാധാരണമായിട്ട് കാണുന്ന ആക്ടിവിറ്റി ആണെങ്കിലും ഇത് പിന്നെ റൈറ്റിങ്ങിന് ഹെൽപ്പാവും. അതുകൂടാതെ പലതരത്തിലുള്ള പെൻസിൽ ഗ്രിപ്പും ഇന്ന് അവൈലബിൾ ആണ്. അതും ഉപയോഗിക്കുന്നത് കുട്ടിയുടെ സ്ട്രെസ്സ് കുറയ്ക്കും. അതായത് ഫിംഗർ കൊണ്ടുള്ള ആ ഒരു സെൻസറി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നല്ലൊരു ഗ്രിപ്പും കിട്ടും. പിന്നെ തെറാപ്പിട്ടി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അത് കൈകൊണ്ട് റോൾ ചെയ്യുക. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കൈകൊണ്ട് റോൾ ചെയ്യുക. കൈവിരലുകളിൽ ഇടയ്ക്ക് വെച്ച് അത് പ്രസ് ചെയ്യിപ്പിക്കുക. അത് വളരെ പ്രയോജനപ്പെടും. പിന്നെ കത്രിക ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്യുക. അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ലൈൻ, കർവ് ലൈൻ നമ്മൾ വരച്ച് കൊടുത്ത് അത് കുട്ടിയെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതെല്ലാം ഫിംഗർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും അതിലൂടെ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് വരണം എന്നുണ്ടെങ്കിൽ ഷോൾഡർ സ്ട്രെങ്ത്തും ആം സ്ട്രെങ്ത്തും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്ത് വരുന്നത് ഷോൾഡറിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ സ്ട്രെങ്ത്തിനുള്ള ആക്ടിവിറ്റീസും നോക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബെയർ വാക്ക്, ക്രാബ് വാക്ക്, വീൽ ബാരോ വാക്ക് എക്സസൈസുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ വീഡിയോ കിട്ടും. ഇങ്ങനെയുള്ള എക്സസൈസുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. നമ്മളെപ്പോഴും വിചാരിക്കും ഫൈൻ മോട്ടോർ സ്കിൽസ് മാത്രം കൊടുത്താൽ മതി, അതുകൊണ്ട് നമുക്ക് കുട്ടികളെ എഴുതിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നമ്മൾ ഷോൾഡറിലും ആം സ്ട്രെങ്ത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. ഇമ്പ്രൂവ് ആയാലും അത് വളരെ ഷേക്കിയും കറക്റ്റായിട്ട് പിടിക്കുക, അമർത്തി എഴുതുക, ഫെയ്ഡഡ് റൈറ്റിംഗ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഷോൾഡർ സ്ട്രെങ്ത്തിനും ആം സ്ട്രെങ്ത്തിനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുട്ടി ഇരിക്കുന്ന പൊസിഷൻ, എഴുതാനിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരുപാട് താന്ന് കുനിഞ്ഞിരിക്കുന്നുണ്ടോ, കൈയുടെ പൊസിഷൻ എങ്ങനെയാണ്, ബാക്ക് സപ്പോർട്ട് ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വളരെ വേഗം ക്ഷീണം അനുഭവപ്പെടുകയും എഴുതുന്നത് ശരിയാവാതിരിക്കുകയും ചെയ്യും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് സക്സസ് ആയ കാര്യങ്ങൾ, ഇതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷോൾഡർ സ്ട്രെങ്ത്തും ഡെവലപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.